ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഉഷാറാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ പരീക്ഷ അങ്ങോട്ട് അടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. 8ാം ക്ലാസ്സിൽ പുസ്തകം മാറിയതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ ആവാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു എക്സാമാണ് മാത്തമാറ്റിക്സ്. അപ്പൊ മാത്സിലെ ഒരു കിടിലൻ ക്വസ്റ്റ്യന് ഒന്ന് രണ്ട് കിടിലൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ചില കുട്ടികൾ പറയും, സാറേ ഫസ്റ്റ് ചാപ്റ്റർ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്, ഫസ്റ്റ് ചാപ്റ്റർ ഇനി പഠിപ്പിക്കണം എന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ച ആളല്ല സാർ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഏറ്റവും കുറവ് മാത്രമാണെങ്കിൽ പോലും അതിൽ നിന്നും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കിടിലൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ സമയം കളയേണ്ട. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ആ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. അതുപോലെ തന്നെ താഴെ കാണുന്ന ആ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഇടണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങളുടെ ഓരോ ഊർജ്ജം, ഇനിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാനുള്ള ഓരോ ഊർജ്ജം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വെട്ടൊന്ന് എന്ത് ചെയ്യാം, ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. 22ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം. 22 ഗുണിച്ച് കഴിഞ്ഞാൽ 22ന്റെ സ്ക്വയർ കിട്ടുന്നു. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ വീട്ടിലിരിക്കുന്ന ചെറിയ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർക്കൊക്കെ അറിയാം എന്ത് 22ന്റെ സ്ക്വയർ എങ്ങനെ കാണാന്ന്. 22 ഗുണിച്ചാൽ മതി അല്ലേ? പക്ഷെ അങ്ങനെ ഗുണിക്കാനാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കൊണ്ടുവരണം എന്നില്ല. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരണമെന്നില്ല. പക്ഷെ ഇത് എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 22നെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് 20 ഒരു കഷ്ണം, 2 മറ്റൊരു കഷ്ണം, അങ്ങനെ 2 ആക്കിയിട്ട് മുറിക്കണം. ഓക്കെ, 20+2 ആ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം കേട്ടോ. അപ്പൊ 20നെ നിങ്ങൾ എന്ത് ചെയ്യണം, 20+2 ഹോൾ സ്ക്വയർ. ഇതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ 22നെ കാണണമെങ്കിൽ 20+2, 35 ആണെങ്കിൽ 30+5, 45 ആണെങ്കിൽ 40+5, 43 ആണെങ്കിൽ 40+3, അങ്ങനെ അങ്ങനെയാണെങ്കിൽ 20+2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 20ന് സ്ക്വയർ കൊടുക്കുന്നു. അപ്പൊ 20 സ്ക്വയർ പ്ലസ് ശേഷം 2നെ ഈ 2 നമ്പർ കൊണ്ട് ഗുണിക്കാം. 2 ഇൻറ്റു ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഇൻറ്റു 20 ഇൻറ്റു 2, 20 ഇൻറ്റു 2. ഇതാണ് ഐഡിയ. ഓക്കെ, ഒന്നും കൂടെ പറയാം. 2 ഇൻറ്റു 20 ഇൻറ്റു 2 അങ്ങനെ പഠിച്ചു വെച്ചോ. ശരിക്കും അതല്ല സംഭവം. ശരിക്കും ഇത് എന്താണെന്ന് ചോദിച്ചാൽ a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയാണ്. a² + 2ab + b². ഈ സാധനം, ഈ ഒരു ഐഡന്റിറ്റിയാണ് ശരിക്കും, അതിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ഇവിടെ 3 കണ്ടിട്ട് 3 ഇൻറ്റു 20 ഇൻറ്റു 2 എഴുതി വെക്കരുത്. ഇവിടെ 2 കണ്ടിട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കും ചെയ്യരുത് കേട്ടോ. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം, 2 ഇൻറ്റു 20 ഇൻറ്റു 2 അങ്ങനെ എഴുതി വെക്കാം. പ്ലസ് അടുത്ത ലാസ്റ്റ് ഈ 2നും കൂടെ സ്ക്വയർ കൊടുത്ത് 2 സ്ക്വയർ. ഏത് പുളി? ഒരേ പുളി. അപ്പൊ ഇങ്ങനെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഞാൻ എന്താ ചെയ്തത് ഒന്നും കൂടെ പറയാം. ആദ്യം 20ന് സ്ക്വയർ കൊടുത്തു, പിന്നെ 2 ഇൻറ്റു 20 ഇൻറ്റു 2 എന്ന പോലെ എഴുതി. അതെന്താണ് ഐഡിയ? 2ab എന്ന് പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ. 2ab, 2 ഇൻറ്റു 20 ഇൻറ്റു 2, ദാറ്റ്സ് ഇനഫ്. പിന്നെ 2നും സ്ക്വയർ കൊടുത്തു. ഏത് പുളി? ഒരേ പുളി. അങ്ങനെയാണെങ്കിൽ 20ന്റെ സ്ക്വയർ നിങ്ങൾക്ക് പറയാം 20 ഇൻറ്റു 20, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 എത്രയാണ്? 4 ആണ്. 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 20 ഇൻറ്റു 20 കിട്ടും. ഓക്കെ, 20ന്റെ സ്ക്വയർ കാണാനേ 2ന്റെ സ്ക്വയർ 4, പിന്നെ 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്ലസ് അടുത്ത് പറ 2 ഇൻറ്റു 20 40 ഇൻറ്റു 2 80. അപ്പൊ 80 പ്ലസ് അടുത്ത് ലാസ്റ്റ് എന്താണ്? 2 സ്ക്വയർ എത്രയാടാ? 4. ഇത് 3 കൂട്ടിക്ക് 480, 484. ദേ നമ്മുടെ തരം ഏത് പുളി? ഒരേ പുളി. അപ്പൊ ഇതാണ് ഐഡിയ. അപ്പൊ ഞാനിത് പഠിപ്പിക്കാൻ വന്ന കാര്യമല്ല, ശരിക്കും ഈ ഒരു ഐഡിയ കിട്ടി ഞങ്ങൾ പഠിച്ചു വെക്കുക. ഏത് ഐഡിയ? ഈ ഒരു സാധനങ്ങൾ പഠിച്ചു വെക്കുക. ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ആ ചോദ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ചോദ്യം, ഈ മൂന്നാമത്തെ ചോദ്യം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈ മൂന്നാമത്തെ ചോദ്യം ഇവിടെ ചോദ്യം എന്താ പറയുക, ഇത് വേണ്ട. ഈ മൂന്നാമത്തെ ചോദ്യം, 3അല്ല 4ാമത്തെ ചോദ്യം നമുക്ക് ഒഴിവാക്കാം. ഈ ചോദ്യം നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ഈ 3 ചോദ്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പറഞ്ഞുതരാം എന്താ ക്വസ്റ്റ്യൻ നോക്ക്. ചോദ്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് 20 + 5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് പ്ലസ് 2 ഇൻറ്റു കുറെ ഡാഷ് കാണുന്നുണ്ട് അല്ലേ? ആ ഡാഷ് കാണുന്ന ആ സ്ഥാനത്തുള്ള ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാ ആ ഡാഷ് ഉള്ള സ്ഥാനത്തുള്ള നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം? ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഒന്ന് ചിന്തിച്ച്, ആദ്യം 20നാണ് സ്ക്വയർ കൊടുക്കേണ്ടത്. അതായിരിക്കണം ഫസ്റ്റ് ഡാഷിൽ എഴുതേണ്ടത്. അപ്പൊ 20 സ്ക്വയർ ദാറ്റ് ഈസ് 20 സ്ക്വയർ. കിട്ടിയോടാ? സിമ്പിൾ സാധനമാണ്.
സിമ്പിൾ സാധനമാണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുമ്പോൾ 2 × 20 × 5 ആണ്. അപ്പൊ 2 ഇൻറ്റു ഇവിടെ ഉണ്ട്. അപ്പൊ 20യും 5ഉം ആണ് ഇവിടെയും എഴുതേണ്ടത്. 20 × 5 അതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ 2 × 20 × 5 ആണ്. 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ 20യും 5ഉം ആണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ 20 × 5 ഒരേ പൊളി. ലാസ്റ്റ് പിന്നെ നിങ്ങൾ ചിക്ക് ചെയ്യേണ്ട, ഈ 5ന്റെ സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. കത്തിന്ന് വിശ്വസിക്കുന്നു. കത്തിങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ നോക്ക്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 13ന്റെ സ്ക്വയർ ആണ്. 13ന്റെ സ്ക്വയർ ഓൾറെഡി അവർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളായിട്ട് എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അവർ എഴുതി തന്നിട്ടുണ്ട്. അടുത്ത അതുപോലെ നോക്കാം. 2 × 30 × 2 എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് വരുന്നത്. a+b² അങ്ങനെയല്ലേ വരുന്നത്. കണ്ട 2ab എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആട്ടോ. അപ്പൊ 2 × 30 × 2. അപ്പൊ 2 × 30 × 2 30 ഉണ്ടടാ. 2 × 30 × 2 ഒരു 2ന്റെ മിസ്സിംഗ് ഉണ്ട്. അപ്പൊ അവിടെ 2. അടുത്ത ആ ഒരു ഡാഷിങ്ങൾ സ്വന്തം ഇരിക്കും. അടുത്ത ഡാഷ് 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ദാറ്റ് ഈസ് 2ന്റെ സ്ക്വയർ ഒരേ പൊളി 4 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്ക്വയർ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. ആദ്യം 15ന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. പിന്നെ 2 ഇൻറ്റു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഈ 3 നമ്പർ ഒരുമിച്ചായിട്ട് ഗുണിക്കുന്നവർ അവർ എളുപ്പം ചെയ്യണേ. അപ്പൊ 2 ഇൻറ്റു, അപ്പോൾ അവിടെ 2 ഇല്ല. 50 × 7 50 × 7 കണ്ടോ. അപ്പോൾ 50 × 7 ആ ×7 2 ആണ് അവിടെ മിസ്സായി പോയത്. അപ്പൊ 2 × 50 × 7 ദാറ്റ് ഇസ് ആൻസർ. ലാസ്റ്റ് 7 സ്ക്വയർ അവിടെ. ഏത് പൊളി, ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം കമന്റ് സെക്ഷനിൽ അതിന്റെ ആൻസർ ഇടണേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഏതാണ് ആൻസർ എന്നുള്ളത് പറയണം കേട്ടോ. അല്ല, ഫീഡ്ബാക്ക് ഇടണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നമ്മുടെ മെയിൻ എനർജി. അതുകൊണ്ട് ആ എനർജി നഷ്ടപ്പെടുത്തരുത്. ഫീഡ്ബാക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇടാം. ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്കിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനിയും ക്ലാസ്സുകളൊക്കെ തരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം 2 × 30 × 4 + 4², ഇവിടെ ഉള്ളതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടണം, മറക്കല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ CJR സൈനിങ് ഓഫ്. ബൈ.